പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട കൃപാസനത്തിലെ ചില കാര്യങ്ങൾ ലോജിക്കല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം നമ്മൾ ലോജിക്കും കൊണ്ടിരിക്കുന്നവർക്ക് ചില സമയത്ത് അത് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യത്തിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ടാഞ്ചിബിൾ അല്ലേ, നമുക്ക് ദൈവത്തെ തൊടാവുന്ന രീതിയിലാണ് ഉടമ്പടിയുടെ എല്ലാ വർക്കൗട്ടിങ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ സഹോദരങ്ങളെ കണക്ക് കൂട്ടി, ഇപ്പം കർത്താവ് തന്നെ ഇതിനിങ്ങനെ ഒരു നിലപാട് തന്നെ കണക്ക് ദൈവത്തോട് കണക്ക് പറയുന്ന ആൾക്കാരോട് അവരാണ് ഈ ഉടമ്പടി ഗതി പിടിക്കാൻ കിടക്കണത്. ആ ഒരു മനോഭാവമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. ലൂക്ക 6:35 തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായി. എന്ത് പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന അത്രയും തന്നെ തിരിച്ച് കിട്ടണമെന്നുള്ള രീതിയിലുള്ളൊരു ബിസിനസ് റിലേഷൻ ആണെങ്കിൽ കർത്താവിൻ്റെ മനസ്സിരിപ്പ് വേറെയാണ്. എന്താ കാര്യം, ചില കാര്യത്തിന് നമുക്ക് റീഫണ്ടബിൾ അല്ല, തിരിച്ചതുപോലെ കിട്ടത്തില്ല. അപ്പോഴെന്താ സംഭവം, അത് കിട്ടത്തേയില്ലെന്നല്ല എൻ്റെ അർത്ഥം, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്നാണ്. അപ്പം ചെറിയ ദൈവം അതിനേക്കാൾ വരിക നിത്യത വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈശോ. ചില കേൾക്കുന്ന ഉത്തരവ് എന്താണ്, പ്രാർത്ഥന കേട്ടില്ലെന്നല്ല, അത് വിഡ്ഢികളാണ് അങ്ങനെ പറയണം, ഒരു പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. പിന്നെ എന്താ, അത് നിത്യതയിലാണ് റീഫണ്ട്, അതാണ് പ്രതിഫലം വലുതായിരിക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ഒരു അവസരമാണ്.